ലോകത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള മൂന്നാമത്തെ കുട്ടിയാണ് നമ്മളുടെ അസീം വെളിമണ്ണ എന്നാണ് പേര്. അസീം വെളിമണ്ണ പുസ്തകം എഴുതിയിട്ടുണ്ടോ? അല്ല, എന്നെ പറ്റി ഒരാൾ പുസ്തകം അസീം വെളിമണ്ണയെ കുറിച്ച് ഒരാൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. അസീം വെളിമണ്ണയ്ക്ക് കുറച്ച് പരിമിതികളുണ്ട്, പക്ഷേ ആ പരിമിതികളെക്കാൾ കൂടുതൽ സാധ്യതകളാണ് അസീം വെളിമണ്ണയ്ക്കുള്ളത്. അസീം വെളിമണ്ണയുടെ പരിമിതികൾ എന്താണെന്ന് ഞാൻ പറയാം. അസീം വെളിമണ്ണയുടെ പിതാവാണ്, അല്ലെ, ഫാദറാണ്. അസീം വെളിമണ്ണയുടെ പരിമിതി നമുക്ക് ആദ്യമേ പറയാം, അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതെ, പരിമിതികളില്ലാതെ എന്നതാണ് തലക്കെട്ട്. പരിമിതികൾ അസീം വെളിമണ്ണയ്ക്ക് നമ്മളെപ്പോലെ എഴുതാൻ കഴിയില്ല, നമ്മളെപ്പോലെ സാധാരണ നടക്കാൻ കഴിയില്ല, പക്ഷേ എഴുതാൻ കാലുകൾ ഉപയോഗിക്കും. മാത്രവുമല്ല പാരാസ്വിമ്മിംഗ്, അല്ലെ, പാരാസ്വിമ്മിംഗിൽ നാഷണൽ താരമാണ് ഈ നിൽക്കുന്ന അസീം എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? നോക്കൂ, നിങ്ങളുടെ ഹൃദയത്തിലൊരു കൈയടി ഇപ്പൊ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. 6 ഗോൾഡ് മെഡലുകൾ, നാഷണൽ ഗോൾഡ് മെഡലുകൾ നേടിയ അസീമാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് 2 കൈകൾ കൊണ്ട് നീന്താൻ കഴിയില്ല. പക്ഷെ ഇതെങ്ങനെ സാധിക്കുന്നു? അത് എന്നെ പഠിപ്പിച്ച ബോസിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് വൺ. 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 10ാം ക്ലാസ്സിൽ 5 A+. നോക്കൂ, 5 A+ അസീം നേടുന്നു എന്നുള്ളത് തന്നെ പരിമിതികളില്ലാത്തൊരു ലോകമാണ് നമ്മുടേത്. നമ്മൾ വിചാരിച്ചാൽ സാധ്യമാകും എന്നുള്ളതാണ്. നമുക്ക് ഈ വിപത്തിനെയും തടയാൻ സാധിക്കും എന്നുള്ളതാണ്.